നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും വേഫറർ ഫിലിംസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും ഈ പ്രസ് മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് സമയം, കുറെ നല്ല ചോദ്യങ്ങൾ നമുക്ക് ആരംഭിക്കാം. ടർബോ കുടുംബത്തിന്റെ സ്വാഗതം പേഴ്സണലി നേരുകയാണ്. നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അറ്റത്തുനിന്ന് ആളുകൾ ഓരോരുത്തരോരോരുത്തരോടും സംസാരിച്ചു കൊടുക്കും, അവരെ സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു സെക്കൻഡ്. എല്ലാവർക്കും നമസ്കാരം. ടെർബോയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ഞാനിതിൽ സിജു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജോസേട്ടായുടെ പിള്ളേരിൽ ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റോ ആണ്. മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ. ക്രിസ്റ്റോ ആണ് ഭ്രമയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് 4ാമത്തെ പടമാണ്. ഓരോ പടം ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ 2ാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂക്കയോടൊപ്പം. ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് MMT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓരോരുത്തർക്കും കൊടുക്കാം, അടുത്ത ആൾക്ക് കൊടുക്കാം. ഹലോ, എൻ്റെ പേര് അമിന നിജാം. ഞാൻ ഈ ടെർബോ എന്ന് പറയുന്ന സിനിമ ഭാഗമാവുന്ന എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഈ പടത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ I work as actor and writer and director in Kannada. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദരം. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിക്ക് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ ആൻഡ് ദ ഡയറക്ടർ were so cooperative and helpful. I'll be very thankful to the audience of Kerala and to the response they are giving to the trailer and to the character. Thank you. നമസ്കാരം. മിഥുൻ മാനുവൽ തോമസ്, തിരക്കഥാകൃത്താണ്. വൈശാഖേട്ടൻ്റെ കൂടുതലാദ്യത്തെ സിനിമയാണ്. നമുക്കൊരു കൂടുതലാമത്തെ സിനിമയാണ്. 23-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായിൻ്റെ കേൾക്കുന്നില്ലേ? എല്ലാവരും 23-ാം തീയതി തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായും സംഘവും 23-ാം തീയതി എത്തുകയാണ്. നമസ്കാരം. ഞാൻ മമ്മൂട്ടി. ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസേട്ടായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ പറ്റിയ അവസരം ഞാൻ സന്തോഷവും. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ കൂടെ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരുന്നു, സിനിമയായിരുന്നു. എല്ലാവരും സിനിമ കാണണം. 23 സിനിമയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പഠിക്കും. അതെ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ പടമാണത്. പക്ഷേ ഇങ്ങനൊരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. 23-ാം തീയതി റിലീസാണ്. നന്ദി. നമസ്കാരം. ടെർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്.
ഇവരെല്ലാവരും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, നിതിൻ ചേട്ടൻ്റെ കൂടെ, എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 23rd പടം റിലീസാണ്. വെരി എക്സൈറ്റഡ്. എല്ലാവരും പോയി പടം കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ നിരഞ്ജന അനു. ടർബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിത്താര എന്നാണ്. 23-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പടം പോയി കാണും. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് ആ വേഷം ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിന്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം എല്ലാവരും തോന്നുക കാണുക, ഒരു വലിയ വിജയമാക്കി തരിക. നന്ദി. നമസ്കാരം, ഞാൻ സമദ്. മമ്മൂക്ക അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ 10ാമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. ഒത്തിരി സന്തോഷം.